പശ്ചിമേഷ്യൻ യുദ്ധവാർത്തകളിലേക്കാണ് ആദ്യം വരുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രായേൽ മിനി സുരക്ഷാ മന്ത്രിസഭാ യോഗം തുടങ്ങി. ഖത്തർ അമീറുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഫോണിൽ സംസാരിക്കും. ഗസയിൽ പ്രദേശത്തെ ഏക കത്തോലിക്ക ദേവാലയത്തിലും ബോംബിട്ട് 2 പേരെ കൊലപ്പെടുത്തി ഇസ്രായേൽ. പള്ളി വികാരി ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് മാർപ്പാപ്പയും ആവശ്യപ്പെട്ടു. ദ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കാൻ ഡമാസ്കസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയുടെ സുരക്ഷ തകർക്കുമെന്ന് തുർക്കി ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ സിറിയക്കെതിരെ ഇനിയും ആക്രമണത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് അല്ലെങ്കിൽ നിർദ്ദേശത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയത് നെതന്യാഹു തന്നെയായിരുന്നു. പക്ഷേ നെതന്യാഹു വലിയ ആഭ്യന്തര സമ്മർദ്ദത്തെ നേരിടുന്നുണ്ട്. അതും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു അടിയന്തര മിനി മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഒരു വെടിനിർത്തൽ വെടിനിർത്തൽ സാഹചര്യത്തിലേക്ക് എത്താൻ എത്ര കണ്ട് ഈ മിനി മന്ത്രിസഭാ യോഗത്തിന് ശേഷം സാധ്യതയുണ്ട്? എന്താണ് ഇസ്രായേലിലെ നിലവിലെ അവസ്ഥ? സൈഫുദ്ദീൻ, തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബെൻഗവറും അതോടൊപ്പം തന്നെ സ്മോട്രിക്കും കടുത്ത നിലപാട് തുടരുകയാണ്. ഒരു നിലയ്ക്കുള്ള ഒരു വെടിനിർത്തലിനും ഈ ഘട്ടത്തിൽ ഇസ്രായേൽ തയ്യാറാകരുത്. അങ്ങനെ വരികയാണെങ്കിൽ അത് നാം നേടിയെടുത്തിരിക്കുന്ന ഇതുവരെയുള്ള സൈനികമായിട്ടുള്ള മുന്നേറ്റത്തിന് വലിയ തോതിൽ തിരിച്ചടിയായി മാറുമെന്ന ഒരു നിലപാടാണ് ഇന്ന് ബെൻഗവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഈ സൈനിക പിന്മാറ്റം നടക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഹമാസ് വീണ്ടും ശക്തി സംഭരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറും. അതുകൊണ്ട് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് ഈ 2 മന്ത്രിമാരും, സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവറും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് സുപ്രധാനമായിട്ടുള്ള ഇസ്രായേലിൻ്റെ മിനി സുരക്ഷാ മന്ത്രിസഭ തെലവീവിൽ യോഗം ആരംഭിച്ചിരിക്കുന്നത്. യോഗം എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു പുതിയ നിർദ്ദേശം, പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു നിർദ്ദേശം ഹമാസിന് മുമ്പാകെ സമർപ്പിക്കുമെന്ന് ഇന്നലെ തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. അതിലേക്കുള്ള ഏതൊക്കെ വ്യവസ്ഥകൾ, എത്ര വരെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സ്വഭാവം എന്തായിരിക്കും, അതോടൊപ്പം തന്നെ ഈ ഒരു വെടിനിർത്തൽ കാലയളവിലുള്ള സൈനിക പിന്മാറ്റം ഏത് രീതിയിലായിരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചേരുന്ന മിനി മന്ത്രിസഭ യോഗം ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു അനുകൂല തീരുമാനം വരികയും അങ്ങനെ ഒരു പുതിയ നിർദ്ദേശം ഹമാസിന് കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദോഹയിൽ വഴിമുട്ടി നിൽക്കുന്ന ആ ചർച്ച മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം അമേരിക്ക ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി വെടിനിർത്തൽ യാഥാർത്ഥ്യമാവും. അതിലേക്കുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മേഖലയിലെ പല രാജ്യങ്ങളുമായും അമേരിക്ക ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേലുമായിട്ടും ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും പ്രതികരണവുമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്, നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വന്നിട്ടില്ല. ഒരുപക്ഷേ ഇന്ന് യോഗാനന്തരം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ വലിയ തോതിലുള്ള ക്രൂരത ഗസയിലുടനീളം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. സൈഫുദ്ദീൻ, ഇന്നിപ്പോൾ ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയും ബോംബിട്ട് തകർത്തിരിക്കുന്നു ഇസ്രായേൽ. അതിനെന്തെങ്കിലും വിശദീകരണം ഇസ്രായേൽ നൽകുന്നുണ്ടോ? എന്ന് വെച്ചാൽ മുമ്പൊക്കെ പറഞ്ഞതുപോലെ ദിശ മാറി, ഈ വ്യോമാക്രമണം ദിശ മാറി സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതിൽ എത്ര വലിയ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിൽ ഉണ്ടായത്? ഒപ്പം ഈ മാർപ്പാപ്പ നിലവിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ വാക്കുകൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, വലിയ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. ആസൂത്രിതമായിരുന്നു ഈ ആക്രമണം. വംശഹത്യയുടെ മറ്റൊരു ഭാഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ക്രൈസ്തവ ദേവാലയത്തിനെതിരെ നടത്തിയിരിക്കുന്ന ഈ ആക്രമണത്തെ നമ്മൾ വിലയിരുത്താൻ. നേരത്തെയും സമാനമായിട്ടുള്ള ആക്രമണ സംഭവങ്ങൾ വിവിധ ജാതി വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾക്ക് നേരെയും അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കെതിരെയും ഗസയിൽ നടന്നിരുന്നു. ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിന് നേരെയാണ് ഇന്ന് വെളുപ്പിന് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ദേവാലയം വളരെ സുരക്ഷിതമാണെന്ന് കരുതി അവിടെ നിരവധി ക്രൈസ്തവരും അതോടൊപ്പം തന്നെ പലസ്തീൻ സമൂഹത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അവർക്ക് ആണ് ഈ 3 പേരാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 10-ലധികം പേർക്ക് പരിക്കേറ്റ റിപ്പോർട്ടുകളുണ്ട്. അതിൽ പള്ളി വികാരിയും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗബ്രീലി റോമനെല്ലി എന്നാണ് ഈ വികാരിയുടെ, ഈ പള്ളിയിലെ പുരോഹിതന്റെ പേര്. ഇദ്ദേഹം നേരത്തെ വിടവാങ്ങിയ പോപ്പ് ഫ്രാൻസിസുമായിട്ട് ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയ
ഒരു നേതാവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗസയിലെ ദൈനംദിനമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോപ്പിന് കൈമാറുകയും വിടവാങ്ങിയ പോപ്പ് ഫ്രാൻസിസ് വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഗസയുടെ കാര്യത്തിൽ, ഫലസ്തീൻ ജനതയുടെ കാര്യത്തിൽ, അവർക്കെതിരെ നടക്കുന്ന വംശഹത്യയുടെ കാര്യത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ നിരന്തരമായിട്ട് ഏതാണ്ട് ദൈനംദിന സ്വഭാവത്തിൽ തന്നെ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്ന ആ വികാരിക്ക് കൂടിയാണ് ഇന്നിപ്പോൾ ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇതിൽ അതിശക്തമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് വത്തിക്കാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ പോപ്പും വളരെ ശക്തമായി തന്നെ ഇതിൽ പ്രതികരിച്ചു. മാത്രമല്ല, ഗസയിൽ തുടരുന്ന ഈ അറുങ്കൊല എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അന്തർദേശീയ സമൂഹം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഇനിയും ഈ കുരുതി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. തങ്ങളുടെ എല്ലാ സ്വാധീനവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ഈ ഒരു വംശഹത്യ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് വത്തിക്കാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ പ്രസിഡന്റും വളരെ ശക്തമായി തന്നെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയൊക്കെ ഉള്ളതുപോലെ തങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കും, എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി തങ്ങൾക്ക് അറിയില്ല എന്ന അർത്ഥത്തിലുള്ള ഒഴിഞ്ഞുമാറുന്ന ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമണം വളരെ കൃത്യമായിരുന്നു, വളരെ ആസൂത്രിതമായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ലോകത്തുടനീളം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മുമ്പൊക്കെ സംഭവിച്ചതുപോലെ ഈ പ്രതികരണത്തിനപ്പുറത്ത് ഇസ്രായേലിനെ ഈ ഒരു യുദ്ധക്കുറ്റത്തിൽ നിന്ന് ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാനോ അവരെ അന്തർദേശീയ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പാകെ കൊണ്ടുവരാനോ ഈ അന്തർദേശീയ സമൂഹത്തിനോ മറ്റ് രാജ്യങ്ങൾക്കോ സാധിക്കുന്നില്ല. ആ ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കത്തോലിക്കയുടെ ഗസയിലെ ഏക ദേവാലയത്തിന് നേരെയും അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയും പള്ളിയിലെ പുരോഹിതൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നതും. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് കുവൈത്ത്. ഡമാസ്കസിലും സുവൈദയിലെയും ലക്ഷ്യമിട്ട ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ മേഖലയെ കൂടുതൽ അസ്ഥിരതയിലേക്കും രക്തച്ചൊരിച്ചിലേക്കും തള്ളിവിടുമെന്ന് കുവൈത്ത് മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആക്രമണം തടയാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും UN സുരക്ഷാ കൗൺസിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദുബായിൽ സംസ്കരിച്ചു. വൈകുന്നേരം ജബൽ അലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. വിപഞ്ചികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി. 10 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് വൈകുന്നേരം 4:30 1.5 വയസ്സുകാരി വൈഭവിയുടെ മൃതദേഹം ന്യൂ സോനാപൂരിലെ ശ്മശാനത്തിലെത്തിച്ചത്. കുഞ്ഞിന്റെ പിതാവ് നിതീഷ്, വിപഞ്ചികയുടെ അമ്മ ശൈലജ, സഹോദരൻ വിനോദ് എന്നിവരും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ ധാരണയനുസരിച്ച് മതാചാര പ്രകാരമായിരുന്നു ചടങ്ങ്. മകളുടെ മൃതദേഹം കയ്യിലെടുത്ത് അലറിക്കരയുന്ന പിതാവ് നിതീഷ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരുടെ കണ്ണ് നനയിച്ചു. വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ സംസ്കരിക്കാനാണ് തീരുമാനം. നടപടികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ചയോടെ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞേക്കും. മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് വിപഞ്ചികയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ വിപഞ്ചികയുടെ മൃതദേഹം UAE-യിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ തീരുമാനമായെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എംബസി നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ UAE-യുടെ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി ചുമതലയേറ്റിട്ട് ഇന്ന് 1 വർഷം പിന്നിടുന്നു. ചെറിയ കാലയളവിൽ തന്നെ UAE-യുടെ പ്രതിരോധ മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഷെയ്ഖ് ഹംദാന് കഴിഞ്ഞു. മകനെക്കുറിച്ച് കവിത എഴുതിയാണ് ദുബായ് ഭരണാധികാരി ഹംദാനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. UAE-യുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ മന്ത്രിമാരിൽ ഒരാൾ എന്ന വിശേഷണത്തിലേക്ക് ചുരുങ്ങിയ കാലം കൊണ്ടെത്തിയ യുവ നേതൃത്വമാണ് ഷെയ്ഖ് ഹംദാൻ. UAE-യുടെ പ്രതിരോധ തന്ത്രത്തെ പുനർനിർമ്മിക്കുന്ന ദീർഘവീക്ഷണമുള്ള മന്ത്രിയാണെന്ന് അധികാരമേറ്റ് മാസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ 18-നാണ് ഷെയ്ഖ് ഹംദാൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഷെയ്ഖ് ഹംദാന്റെ നിയമനം ഒരു തലമുറ മാറ്റത്തിന്റെ മാത്രം പ്രതീകമായിരുന്നില്ല. പ്രതിരോധ മേഖലയുടെ നവീകരണം, സാങ്കേതിക വിദ്യ, ഭാവിക്ക് അനുയോജ്യമായ നേതൃത്വം എന്നിവ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ആ നീക്കം. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ദുബായ് ഭരണാധികാരിയും UAE പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് മകനോട് സ്നേഹം പങ്കുവച്ചത് കവിതയിലൂടെയായിരുന്നു.
മീഡിയയിൽ 17 മില്യണിലധികം ആളുകൾ പിന്തുടരുന്ന അപൂർവം നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഹംദാൻ. സോഷ്യൽ മീഡിയയുടെ ഫസ. മീഡിയ 1 ദുബായ്. കിഴക്കൻ ഇറാഖിലെ ഷോപ്പിംഗ് മാളിലുണ്ടായ വൻ തീപിടുത്തത്തിൽ കുവൈത്ത് അനുശോചനം അറിയിച്ചു. പുതുതായി തുറന്ന വാസിദ് പ്രവിശ്യയിലെ മാളിലുണ്ടായ തീപിടുത്തത്തിൽ 60 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനാകട്ടെ എന്നും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കുവൈറ്റിലേക്കുള്ള സന്ദർശന വിസ ഇനി ഓൺലൈനായി അപേക്ഷിക്കാം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയുടെ മേൽനോട്ടത്തിലാണ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തത്. പോർട്ടലിലൂടെ ഈ വിസകൾക്ക് അപേക്ഷിക്കാനും അപേക്ഷാ നില ട്രാക്ക് ചെയ്യാനും മറ്റു ഇമിഗ്രേഷൻ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാകും. സൗദിയിൽ ഫ്ലെക്സിബിൾ സാലറി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി ശമ്പള തീയതിക്ക് മുൻപായി ശമ്പളത്തിന്റെ ഒരു വിഹിതം കൈപ്പറ്റാൻ കഴിയും. മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ തൊഴിലാളി വികസന പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ഫ്ലെക്സിബിൾ സാലറി സംവിധാനത്തിനാണ് തുടക്കമായത്. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പരിഷ്കരണ ശ്രമങ്ങൾ, തൊഴിൽ പരിഹാര രൂപീകരണ ശ്രമങ്ങൾ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നതിനായാണ് പദ്ധതി. മൊദാദ് പ്ലാറ്റ്ഫോം, കസ്ന ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനി തുടങ്ങിയവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഭാഗമായി ശമ്പള തീയതിക്ക് മുൻപായി തന്നെ ശമ്പളത്തിന്റെ ഒരു വിഹിതം കൈപ്പറ്റാൻ കഴിയും. ജോലി ചെയ്യുന്ന ദിവസങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും മുൻകൂർ ശമ്പളം ലഭിക്കുക. സാലറി നേരത്തെ ആവശ്യമായ തൊഴിലാളികൾ മാത്രം പദ്ധതി ഉപയോഗിച്ചാൽ മതിയാകും. പദ്ധതിക്കായി പ്രത്യേകം രജിസ്റ്റർ ചെയ്ത കമ്പനികളിലെ തൊഴിലാളികൾക്കായിരിക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കുക. തൊഴിലാളികളെ സാമ്പത്തികമായി പിന്തുണക്കുക, സ്ഥാപനവും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുക, തൊഴിൽ കാര്യക്ഷമത തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്ത സ്വകാര്യ കമ്പനികളുടെ ഫയലുകൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച തൊഴിലുടമകളുടെ ഫയലുകളാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. ഇതോടെ കമ്പനികൾക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാൻ സാധിക്കില്ല. എന്നാൽ നിലവിലുള്ള തൊഴിലാളികളുടെ വിസ പുതുക്കലിനോ സ്ഥാപനമാറ്റത്തിനോ തടസ്സമില്ലെന്ന് അധികൃതർ അറിയിച്ചു. നിയമപ്രകാരമുള്ള ശമ്പള വിതരണം ഉറപ്പാക്കുക, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് നടപടിയുടെ ലക്ഷ്യം. പ്രതിമാസ വേതനം തൊഴിലാളികളുടെ പേരിലുള്ള പ്രാദേശിക ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നിക്ഷേപിക്കേണ്ടത്. ശമ്പള വിവരങ്ങൾ ആഷൽ പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. വേതന ബാധ്യതകൾ തീർക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫയൽ സസ്പെൻഷൻ സ്വമേധയാ പിൻവലിക്കും. നിയമലംഘകർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ലോകത്താദ്യമായി ഉള്ളടക്കങ്ങളെ മനുഷ്യനിർമ്മിതമെന്നും AI നിർമ്മിതമെന്നും വേർതിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് ദുബായ് രൂപം നൽകി. ഹ്യൂമൻ മെഷീൻ കൊളാബറേഷൻ ഐക്കൺ എന്ന പേരിൽ 5 ചിഹ്നങ്ങളാണിത്. ഓരോ ഉള്ളടക്കങ്ങളും എത്രമാത്രം മനുഷ്യനിർമ്മിതമാണെന്നും നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എത്രയുണ്ട് എന്നും ഇതിലൂടെ വ്യക്തമാക്കാം. Machine icon that best describes how your content was created. പ്രധാനമായും 5 ചിഹ്നങ്ങളിലൂടെയാണ് ഗവേഷണ പഠനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, വീഡിയോ കണ്ടന്റുകൾ തുടങ്ങിയവ എത്രമാത്രം മനുഷ്യനിർമ്മിതവും നിർമ്മിത ബുദ്ധിയുടെ പങ്കുള്ളതാണെന്നും സൂചന നൽകുക. ലോകത്ത് ആദ്യമായി ദുബായ് ഫ്യൂച്ചറാണ് കണ്ടന്റുകളെ വേർതിരിക്കുന്ന ഇത്തരമൊരു സംവിധാനം അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഓൾ ഹ്യൂമൺ എന്ന ചിഹ്നമാണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുക. മനുഷ്യൻ നിർമ്മിച്ച ശേഷം കൃത്യതയ്ക്കായി AI ഉപയോഗിച്ച് തെറ്റ് തിരുത്തുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്ത ഉള്ളടക്കങ്ങളെ ഹ്യൂമൻ ലെഡ് എന്ന ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്താം. മനുഷ്യനും നിർമ്മിത ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ച് നിർമ്മിച്ചവയെ മെഷീൻ അസിസ്റ്റഡ് എന്ന ചിഹ്നം കൊണ്ട് തിരിച്ചറിയാം. AI ഉപയോഗിച്ച് നിർമ്മിക്കുകയും അത് മനുഷ്യർ പരിശോധിച്ച് തെറ്റ് തിരുത്തുകയുമാണെങ്കിൽ മെഷീൻ ലെഡ് എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുക. പൂർണ്ണമായും AIയിൽ ജനറേറ്റ് ചെയ്ത ഉള്ളടക്കങ്ങളെ തിരിച്ചറിയാൻ ഓൾ മെഷീൻ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുക. ഇതുകൂടാതെ ഉള്ളടക്കത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്ന 9 ചിഹ്നങ്ങൾ വേറെയുണ്ട്. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ രൂപം നൽകിയ ഈ ചിഹ്നങ്ങൾ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് അവതരിപ്പിച്ചത്. ദുബായ് ഫ്യൂച്ചറിന്റെ വെബ്സൈറ്റിൽ നിന്ന് സൗജന്യമായി ഈ ചിഹ്നങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. മീഡിയ 1, ദുബായ്. താമസ തൊഴിൽ നിയമലംഘനങ്ങളിൽ കുവൈത്തിൽ ഈ വർഷം 1461 പേരെ അറസ്റ്റ് ചെയ്തു. മേജർ ജനറൽ ഹമദ് അൽ മുനീഫിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 1276 ചെക്ക് പോസ്റ്റുകളിൽ സുരക്ഷാ സേന പരിശോധനകൾ നടത്തി. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. മയക്കുമരുന്ന്, ഗതാഗത നിയമലംഘനങ്ങൾ, തെരുവ് കച്ചവടക്കാർക്കെതിരായ നടപടി തുടങ്ങിയവയും പരിശോധനകളിൽ ഉൾപ്പെട്ടതായി അധികൃതർ വ്യക്തമാക്കി.
ഒമാൻ വ്യോമാതിർത്തിയിൽ വിമാന ഗതാഗതത്തിൽ വർധന 2025 ജൂണിൽ 18% വർധനയാണ് രേഖപ്പെടുത്തിയത്. മസ്കത്ത് വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണത്തിൽ 5% വർധനയും ഉണ്ട്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒമാനി വ്യോമാതിർത്തിയിലൂടെയുള്ള വിമാന ഗതാഗതം 2025 ജൂണിൽ 18% വർദ്ധിച്ച് 50,101 ആയിട്ടുണ്ട്. 2024 ഇതേ കാലയളവിൽ 40,417 ആയിരുന്നു. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം 2025 ജൂണിൽ 5% വർദ്ധിച്ച് 6,36,090 ആയിട്ടുണ്ട്. ജൂൺ മധ്യത്തിൽ സൈനിക സംഘർഷങ്ങൾ മൂലമുണ്ടായ വലിയ പ്രതിസന്ധി മേഖലയിലെ വ്യോമാതിർത്തികളെ ബാധിച്ചിരുന്നു. ഇറാനിൽ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലുടനീളം വ്യാപകമായ വ്യോമാതിർത്തി അടച്ചുപൂട്ടലുകളിലേക്കും വിമാനം റദ്ദാക്കലുകളിലേക്കും നയിച്ചിരുന്നു. ഇതും ഒമാൻ വ്യോമാതിർത്തിയിൽ വിമാന ഗതാഗതം വർദ്ധിക്കുന്നതിന് കാരണമായി. അതേസമയം 2025 മെയ് മാസത്തിൽ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത രാജ്യക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത്. മെയ്യിലാകെ 1,93,861 ഇന്ത്യൻ പൗരന്മാരാണ് മസ്കത്ത് വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. ഒമാനി പൗരന്മാർ 1,08,916 പാകിസ്ഥാൻ പൗരന്മാർ 46,930 മീഡിയ 1 മസ്കത്ത്. സ്പോർട്സ് കാറുകൾക്ക് ചെറിയ നമ്പർ പ്ലേറ്റ് നൽകാൻ അനുമതി നൽകി സൗദി അറേബ്യ. ട്രാഫിക് വകുപ്പിന്റേതാണ് തീരുമാനം. അബ്ഷർ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി അപേക്ഷിക്കുന്നവർക്കായിരിക്കും സേവനം ലഭ്യമാവുക. ട്രാഫിക് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. സന്ദർശകരെ വരവേൽക്കാൻ ഖത്തറിലെ കടൽ തീരങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട 18 ബീച്ചുകൾ മോടി പിടിപ്പിക്കുമെന്ന് മുനിസിപ്പാലിറ്റി മന്ത്രാലയം വ്യക്തമാക്കി. പൊതുബീച്ചുകൾ നവീകരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി പൊതുമരാമത്ത് വിഭാഗമായ അഷ്ഗാലുമായി സഹകരിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സിമ, അൽവക്ര, സീലൈൻ തുടങ്ങി 8 പ്രധാന ബീച്ചുകളാണ് ഉൾപ്പെടുന്നത്. അൽവക്രയിൽ ഇതിനോടകം തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തവ ഉൾപ്പെടെ 200 വൈവിധ്യമാർന്ന മരക്കുടകൾ, 300 പുതിയ ഇരിപ്പിടങ്ങൾ, കുട്ടികൾക്കായി കളിസ്ഥലങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് വന്നത്. വേനൽ ചൂട് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ മന്ത്രാലയം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ ബീച്ചുകളുടെ വൃത്തി ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. ബഹ്റൈനിൽ മനാമയ്ക്കും മുഹറക്കിനും ഇടയിലുള്ള പുതിയ ഫ്ലൈ ഓവർ ഈ വർഷം ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയായേക്കും. ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ഫ്ലൈ ഓവർ. ബുസൈത്തീനിലെ സ്ട്രീറ്റ് 105 പുതിയ ഫ്ലൈ ഓവർ വരുന്നത്. മുത്തന്ന കോംപ്ലക്സിലെ വാടകക്കാർക്ക് 30 ദിവസത്തിനുള്ളിൽ യൂണിറ്റുകൾ ഒഴിയാനായി കുവൈത്ത് ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. സമുച്ചയം കൈകാര്യം ചെയ്യുന്ന കമ്പനിയിലൂടെയാണ് വാടകക്കാർക്ക് നോട്ടീസ് വിതരണം ചെയ്തത്. വാണിജ്യ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ അടങ്ങിയ കെട്ടിടത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. നിയമാനുസൃതമായി കുറഞ്ഞത് 6 മാസം മുമ്പ് മുന്നറിയിപ്പ് നൽകണമെന്നും ഇപ്പോഴത്തെ നോട്ടീസ് നിയമവിരുദ്ധമാണെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കോവിഡിന് ശേഷം ബഹ്റൈനിൽ റോഡപകടങ്ങളും മരണങ്ങളും കൂടിയതായി പഠന റിപ്പോർട്ട്. കോവിഡിന് മുമ്പും ശേഷവുമുള്ള റോഡപകടങ്ങളുടെ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നടന്ന പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2015-നും 2023-നും ഇടയ്ക്ക് ഡ്രൈവർമാരിലുണ്ടായ പെരുമാറ്റത്തിലും പ്രവൃത്തികളിലുമുള്ള വ്യതിയാനങ്ങൾ കോവിഡാനന്തര കാലയളവിൽ റോഡപകടങ്ങളുടെ എണ്ണത്തിൽ പ്രതിഫലിച്ചതായി ബഹ്റൈൻ സർവകലാശാലയിലെയും മിലിറ്ററി ഫോഴ്സിലെയും ഗവേഷകർ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. 3 ഘട്ടങ്ങളിലെ റോഡപകടങ്ങളെ അവലോകനം ചെയ്ത പഠന റിപ്പോർട്ട് കോവിഡ് മഹാമാരിയുണ്ടായ സമയത്ത് മറ്റുള്ള ഘട്ടങ്ങളിലേക്കാൾ അപകടങ്ങളും അപകട മരണങ്ങളും ഗണ്യമായി കുറഞ്ഞിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്ത് നിരോധനാജ്ഞ നിലനിന്നതും റോഡുകളിലെ വാഹനങ്ങൾ കുറഞ്ഞതുമായിരുന്നു കാരണം. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയതിനു ശേഷം അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതായും 613 അപകടങ്ങളുണ്ടായ 2020 അപേക്ഷിച്ച് 2022 അപകടങ്ങളുടെ എണ്ണം 822 ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2018 48 ഗതാഗത മരണങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2023 അത് 70 വർദ്ധിച്ചു. മനാമയിലും റിഫയിലുമാണ് വാഹനാപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയത്. മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വാഹനമോടിക്കൽ, കാൽനടയാത്രക്കാരെ ഇടിക്കൽ, വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടൽ, ചുവപ്പ് സിഗ്നൽ മറികടക്കൽ എന്നിവയുടെ തോതും റിപ്പോർട്ട് പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഡ്രൈവർമാർക്കിടയിലെ ദീർഘകാല പെരുമാറ്റ വ്യതിയാനം ഭാവിയിലെ റോഡ് സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അധികൃതരുടെ സജീവ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഗവേഷണ റിപ്പോർട്ട്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഒമാനിൽ നികുതി നിയമം ലംഘിച്ചതിന് കമ്പനിയിലെ ജീവനക്കാരന് 6 മാസം തടവും 2000 റിയാൽ പിഴയും ചുമത്തി. നികുതി അതോറിറ്റിക്ക് സിവിൽ നഷ്ടപരിഹാരമായി 3000 റിയാൽ നൽകാനും കോടതി ഉത്തരവ്. ആദായ നികുതി നിയമം ലംഘിച്ച് നികുതി റിട്ടേണുകൾ മനഃപൂർവ്വം സമർപ്പിക്കാതിരുന്നുവെന്നാണ് കേസ്. അൽ ബുറൈമി വിലായത്തിലെ പ്രാഥമിക കോടതിയുടേതാണ് വിധി.
സൗദിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രവാസിയുടെ വധശിക്ഷ നടപ്പാക്കി. മദീനയിലാണ് ബംഗ്ലാദേശി സ്വദേശിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. സ്വന്തം ഭാര്യയെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് സ്വന്തം ഭാര്യയെ മാരകമായി കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ സൗദിയിൽ പ്രവാസിയുടെ വധശിക്ഷ നടപ്പിലാക്കി. മദീന ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ. മദീനയിൽ വെച്ച് ഭാര്യ റാബിയ അക്തറിനെ കൊലപ്പെടുത്തിയ ബംഗ്ലാദേശി സ്വദേശി സൈഫുർ റഹ്മാനെയാണ് ശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. പ്രതി ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് പ്രലോഭിപ്പിച്ച് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു. ശ്വാസം മുട്ടിച്ചും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂർച്ചയുള്ള വസ്തു കൊണ്ട് അടിച്ചും പരിക്കേൽപ്പിച്ചു. ആക്രമണം പിന്നീട് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് കേസ്. കുറ്റവാളിയെ കേസിന്റെ തുടക്കത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സുരക്ഷാധികാരികൾക്ക് കഴിഞ്ഞു. തുടർന്നുള്ള അന്വേഷണത്തിൽ കുറ്റകൃത്യം ചെയ്തതായി തെളിയുകയും ചെയ്തു. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ ശരിവെച്ചാണ് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചത്. ഇത് പിന്നീട് മേൽക്കോടതികളും പരമോന്നത കോടതിയും ശരിവെക്കുകയായിരുന്നു. ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുകയും രക്തം ചിന്തുകയും അവരുടെ ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ലംഘിക്കുകയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളുടെ ഏഷ്യൻ പ്ലേ ഓഫിൽ ഒമാൻ ഗ്രൂപ്പ് എയിൽ ഖത്തറും യു എയുമാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ഖത്തറിലാണ് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ നടക്കുക. ലോകകപ്പിലേക്കുള്ള ഒമാന്റെ പ്രതീക്ഷയാണ് ഏഷ്യൻ പ്ലേ ഓഫ്. ഏഷ്യൻ മേഖലാ യോഗ്യതാ മത്സരങ്ങളുടെ 4ാം റൗണ്ടിലേക്കുള്ള നറുക്കെടുപ്പ് മലേഷ്യയിലെ കോലാലംപൂരിലാണ് നടന്നത്. ഗ്രൂപ്പ് എയിൽ ഖത്തർ, UAE, ഒമാൻ എന്നിവരാണ്. ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ, ഇറാഖ്, ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ജേതാക്കൾ ലോകകപ്പിന് യോഗ്യത നേടും. 2 ഗ്രൂപ്പിലും 2ാം സ്ഥാനത്ത് വരുന്ന ടീമുകൾ ഹോം ആൻഡ് അവേ അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടി ജേതാക്കളാകുന്നവർ ഇന്റർ കോൺഫെഡറേഷൻ ജേതാക്കളാകുന്ന ടീമുമായി മത്സരിച്ച് ജയിച്ചാൽ അവർക്കും ലോകകപ്പ് കളിക്കാം. ലോകകപ്പ് ഫുട്ബോളിൽ പന്ത് തട്ടുക എന്നുള്ള സുൽത്താനിന്റെ ചിരകാലാഭിലാഷം ഇപ്രാവശ്യം പൂവണിയാൻ സാധ്യത ഏറെയാണെന്ന് ആരാധകർ കരുതുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള ഖത്തറും UAEയും ശക്തരാണെങ്കിലും തങ്ങളുടേതായ ദിനത്തിൽ ഇരു ടീമുകളെയും അട്ടിമറിക്കാനുള്ള കരുത്ത് റെഡ് വാരിയേഴ്സിനുണ്ട്. അറേബ്യൻ ഗൾഫ് കപ്പിൽ ഇത് കണ്ടതുമാണ്. റെഡ് വാരിയേഴ്സിന്റെ പുതിയ കോച്ചായി പരിചയസമ്പന്നനായ കാർലോസ് ക്രോസിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചതും പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പാണ് ഒമാന്റെ അടുത്ത പ്രധാന ടൂർണമെന്റ്. മീഡിയ 1, മസ്കത്ത്. ലോകകപ്പ് യോഗ്യത 4ാം റൗണ്ട് പോരാട്ടങ്ങളിൽ ഖത്തറിന് UAEയും ഒമാനും എതിരാളികൾ. ഗ്രൂപ്പ് ബിയിൽ സൗദിക്കൊപ്പം ഇറാഖും ഇന്തോനേഷ്യയും ലോകകപ്പ് യോഗ്യതയ്ക്കായി മത്സരിക്കും. ഏഷ്യൻ വൻകരയിൽ നിന്ന് ലോകകപ്പിലേക്ക് ഇനി നേരിട്ട് 2 രാജ്യങ്ങൾക്കാണ് അവസരം. 6 ടീമുകൾ ഇതിനായി മാറ്റുരയ്ക്കും. 4ാം റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ടീമുകളെ ഗ്രൂപ്പുകളായി തിരിച്ചപ്പോൾ ഖത്തറിന് നേരിടാനുള്ളത് ശക്തരായ UAEയെയും ഒമാനെയുമാണ്. ദോഹയിലാണ് ഖത്തർ ഉൾപ്പെട്ട എ ഗ്രൂപ്പിലെ മത്സരങ്ങൾ നടക്കുന്നത്. ഒക്ടോബർ 8-ന് ഖത്തർ ഒമാനെയും 11-ന് UAE ഒമാനെയും നേരിടും. 14-നാണ് ഖത്തറും UAEയും തമ്മിലുള്ള മത്സരം. ഗ്രൂപ്പിലെ ജേതാക്കൾക്ക് നേരിട്ട് ലോകകപ്പ് യോഗ്യത ലഭിക്കും. 2ാം സ്ഥാനക്കാർക്ക് 5ാം റൗണ്ടും ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫും കളിച്ച് ലോകകപ്പിലേക്ക് ഭാഗ്യപരീക്ഷണം നടത്താം. 3ാം റൗണ്ടിലും ഖത്തറും UAEയും ഒരേ ഗ്രൂപ്പിൽ മത്സരിച്ചിരുന്നു. ഹോം മത്സരത്തിലും എവേ മത്സരത്തിലും ഖത്തർ വൻ തോൽവി നേരിട്ടു. പക്ഷേ പുതിയ കോച്ച് യുലൻ ലോപ്പറ്റഗിക്ക് കീഴിൽ ഖത്തർ ശുഭപ്രതീക്ഷയിലാണ്. ഗ്രൂപ്പ് ബിയിൽ സൗദിക്ക് ഇറാഖ്, ഇന്തോനേഷ്യ ടീമുകളാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഒക്ടോബർ 8-ന് സൗദി ഇന്തോനേഷ്യയെ നേരിടും. 11-ന് ഇറാഖും ഇന്തോനേഷ്യയും തമ്മിലും 14-ന് സൗദിയും ഇറാഖും തമ്മിലും മത്സരിക്കും. റിയാദിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. മീഡിയ 1, ദോഹ. മിഡിയസ്റ്റ് അവർ തുടരുന്നു. സൗദിയിൽ സയാമീസ് ഇരട്ടകളുടെ വേർപെടുത്തൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. 9 ഘട്ടങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് കുട്ടികളെ വേർപെടുത്തിയത്. സയാമീസ് ഇരട്ടകളെ വേർപെടുത്തുന്ന 65ാമത്തെ ശസ്ത്രക്രിയയാണ് ഇതോടെ സൗദിയിൽ പൂർത്തിയായത്. ശരീരത്തിന്റെ താഴ്ന്ന ഭാഗം ഒട്ടിപ്പിടിച്ച് 2 അറ്റങ്ങളിലും തലവെച്ച് കിടക്കുന്ന രൂപത്തിലായിരുന്നു 7 മാസമുള്ള കുഞ്ഞ് യാരയും ലാറയും. ഇന്ന് പുലർച്ചെയാണ് ഏറെ ശ്രമകരമായ ദൗത്യത്തിന് കിങ് അബ്ദുള്ള ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തുടക്കമായത്. മാതാപിതാക്കൾ ചുംബനം നൽകി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുഞ്ഞുങ്ങളെ യാത്രയാക്കി. പിന്നീടങ്ങോട്ട് പ്രാർത്ഥനകളുടെ മണിക്കൂറുകൾ. ഡോക്ടർ അബ്ദുള്ള റബീബിന്റെ നേതൃത്വത്തിലുള്ള 38 ഡോക്ടർമാരുടെ സംഘമാണ് അതീവ സങ്കീർണമായ ദൗത്യം ഏറ്റെടുത്തത്. മണിക്കൂറുകളെടുത്ത് വേർപെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി. 65ാമത്തെ ശസ്ത്രക്രിയയാണ് സൗദിയിൽ വിജയകരമായി പൂർത്തിയാക്കിയത്. 35 വർഷത്തിനിടെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 150 സയാമീസ് ഇരട്ടകളുടെ കേസുകളിൽ സൗദി ആവശ്യമായ പരിചരണങ്ങൾ നൽകിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. മെഡിക്കൽ രംഗത്ത് പുതിയ നേട്ടവുമായി കുവൈത്ത്. സബാഹ് അൽ അഹമ്മദ് കിഡ്നി ആൻഡ് യൂറോളജി സെന്ററിൽ 50 വയസ്സുകാരനായ രോഗിയിൽ നടത്തിയ
റിമോട്ട് പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ വിജയകരമായി. മെഡ്ബോട്ട് സാങ്കേതിക വിദ്യയിലൂടെയാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിൽ നിന്ന് ഡോക്ടർ സാദ് അൽ ദോസ്തരി റിമോട്ട് മുഖേന റോബോട്ട് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. 2500 സർജന്മാർ പങ്കെടുത്ത വേൾഡ് കോൺഗ്രസ് ഓഫ് റോബോട്ടിക് സർജറിയിൽ ശസ്ത്രക്രിയ തത്സമയം പ്രദർശിപ്പിച്ചു. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ലവാദിയും ചടങ്ങിൽ സന്നിഹിതനായി. ഇൻകാസ് ഖത്തറിന്റെ ഉമ്മൻചാണ്ടി ജനസേവാ പുരസ്കാരം മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്ക്ക് നാളെ ദോഹയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥമാണ് ഇൻകാസ് ഖത്തർ ജനസേവാ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ദോഹയിലെ ICC അശോക ഹാളിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ്ക്ക് പ്രഥമ പുരസ്കാരം സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. എഴുത്തുകാരി സുധാ മേനോൻ, ഇൻകാസ് ഖത്തർ ഉപദേശക സമിതി ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കുറ്റ്, പ്രസിഡന്റ് ഹൈദർ ചുങ്കത്ര എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. നോർക്ക റൂട്ട്സ് ഡയറക്ടർ JK മേനോൻ പുരസ്കാരം സമ്മാനിക്കും. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നടത്തിയ ഇടപെടലുകളാണ് VS ജോയിയെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് സമിതി അറിയിച്ചു. ഇൻകാസ് ഖത്തർ പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ, ഉപദേശക സമിതി ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കുറ്റ്, ഉമ്മൻചാണ്ടി അനുസ്മരണ സമിതി ചെയർമാൻ KV ബോബൻ, ഇൻകാസ് ഖത്തർ ട്രഷറർ VS അബ്ദുറഹ്മാൻ, കോർഡിനേറ്റർ ബഷീർ തുവാരിക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആഘോഷം സംഘടിപ്പിച്ചു. ബഹ്റൈൻ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് നേതൃത്വം നൽകി. രക്ഷാധികാരി കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ, കോർഡിനേറ്റർ മനോജ് യു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസാദ വിതരണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. ബഹ്റൈനിലെ മലപ്പുറം ജില്ലക്കാരായ ബഹ്റൈനിലുള്ള മുതിർന്ന പ്രവാസികളെ ആദരിക്കുന്നു. ബഹ്റൈൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരം. 40 വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയവരെയാണ് ആദരിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സുരേഷ് ഗോപി ഉൾപ്പെടെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ താരങ്ങൾക്കൊപ്പം ചിത്രം ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് ദുബൈയിലെ ഒരു റെസ്റ്റോറന്റ്. ബുർജ്മാൻ മാളിന് എതിർവശത്തെ ബറാക്ക് റെസ്റ്റോറന്റാണ് ഇത്തരമൊരു അവസരം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രൊമോഷന്റെ ഭാഗമായി സുരേഷ് ഗോപി, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, മാധവ് സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങൾ ഈ മാസം 19-ന് ദുബൈയിലെ ബറാക്ക് റെസ്റ്റോറൻറ്റിലെത്തുന്നുണ്ട്. ഈ മാസം 20 വരെ ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവർക്ക് താരങ്ങൾക്കൊപ്പം സിനിമ കാണാനും അവർക്കൊപ്പം സെൽഫി എടുക്കാനും അവസരമൊരുക്കുകയാണ് ബറാക്കിന്റെ സംരംഭകർ. സുരേഷ് ഗോപിയുടെ കൂടിയും JSK ക്രൂവിന്റെ കൂടിയും JSK സിനിമ കാണാനുള്ള അവസരമാണ് നമ്മൾ ബറാക്ക് റെസ്റ്റോറൻറ്റ് ഒരുക്കുന്നത്. കറാമ ബറാക്ക് റെസ്റ്റോറൻറ്റിൽ വന്ന് ഡൈനിങ് ചെയ്ത് ഭാഗ്യശാലികൾക്ക് ടിക്കറ്റ് വിൻ ചെയ്യാം. 20th ഷോ നടക്കുന്നത്. 20th വരെ ഓഫർ അവൈലബിൾ ആണ്. Barak is actually a multi-cuisine restaurant. You have like wide range of varieties ranging from Indian, Chinese, Lebanese, Arabic, everything. ഈ മാസം 20-ന് സിറ്റി സെന്ററിലെ ഫോക്സ് തിയേറ്ററിലാണ് താരങ്ങൾക്കൊപ്പം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് റെസ്റ്റോറന്റ് അവസരമൊരുക്കുക. മീഡിയ 1 ദുബായ്. മിഡിസ്റ്റ് അവർ തുടരുന്നു. സൗദിയിലെ ഖത്തീഫിൽ മലയാളി മരിച്ചു. താനൂർ സ്വദേശി ബഷീറാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഖത്തീഫിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ 25 വർഷമായി സൗദിയിൽ ഇലക്ട്രോണിക്സ് വാച്ച് റിപ്പയറിംഗ് മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. സൗദി ദമാമിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി നാസറാണ് മരിച്ചത്. 30 വർഷമായി സൗദിയിലുള്ള നാസർ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ദമാമിൽ മറവ് ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ സൂപ്പർ കപ്പിന് നാളെ സൗദിയിൽ തുടക്കമാകും. 8 പ്രധാന ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. സന്തോഷ് ട്രോഫി, ദേശീയ ഐ ലീഗ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി കളിക്കാർ വിവിധ ടീമുകൾക്കായി കളിക്കും. മത്സരങ്ങൾ 8 ആഴ്ചയോളം നീണ്ടു നിൽക്കും. റയാൻ KMCC സൂപ്പർ കപ്പിനാണ് വെള്ളിയാഴ്ച തുടക്കമാവുക. മത്സരങ്ങൾ നടക്കുക റിയാദിലെ ഷിഫ ദിറാബ് റോഡിലെ ദുറത്ത് അൽ മലാബ് സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയായിരിക്കും ടൂർണമെന്റ്. 8 പ്രധാന ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. മത്സരങ്ങൾ 8 ആഴ്ച നീണ്ടു നിൽക്കും. വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 6 മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക. അപ്പോൾ റിയാദ് കണ്ടതിൽ വെച്ച് ഞങ്ങൾ ഏറ്റവും വലിയ ഫുട്ബോൾ എക്കാലത്തും നടത്തിയിട്ടുള്ള KMCC ആണ്. എല്ലാ വർഷവും നടത്തിയിരുന്നത്. പിൻകാലത്ത് ഏകദേശം കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് ഒരു മെഗാ ഫുട്ബോൾ റിയാദ് സെൻട്രൽ കമ്മിറ്റി നടത്തുന്നത്. നാഷണൽ കമ്മിറ്റി കഴിഞ്ഞ വർഷം നടത്തിയെങ്കിൽ പോലും
റിയാദ് സെൻട്രൽ കമ്മിറ്റി നടത്തുന്നത് ഈ മെഗാ ഫുട്ബോൾ ഈ വരുന്ന 18-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. ടൂർണമെന്റിന്റെ ഭാഗമായി മെഗാ ബമ്പർ സമ്മാന കൂപ്പണും പുറത്തിറക്കിയിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ കാറായിരിക്കും ഒന്നാം സമ്മാനമായി നൽകുക. വിവിധ KMCC ജില്ലാ കമ്മിറ്റികൾ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റ്, വിവിധ കലാരൂപങ്ങൾ തുടങ്ങിയവ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകും. സെപ്റ്റംബർ 5-നായിരിക്കും ഫൈനൽ മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഭാഗമാകും. റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഷുഹൈബ് പനങ്ങാങ്ങര, മുഷ്താഖ് മുഹമ്മദ് അലി, മുജീബ് ഉപ്ര തുടങ്ങിയവർ പങ്കെടുത്തു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നിയോജിദ്ദ സംഘടിപ്പിക്കുന്ന വടംവലി മത്സരത്തിന് നാളെ തുടക്കമാകും. GCCയിലെയും സൗദിയിലെയും പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. ജിദ്ദയിലെ ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്കാണ് മത്സരങ്ങൾ. വിജയികൾക്കുള്ള ട്രോഫി പ്രകാശനം ജിദ്ദയിൽ നടന്നു. നജീബ് കളപ്പാടൻ, സുബൈർ വട്ടോളി, അബു ടി പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിലെ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ ഗ്രാൻഡ് ഹൈപ്പറിൽ വൻ വിലക്കുറവുമായി 14 ഡേയ്സ് ഫ്ലാഷ് സെയിൽ. ജൂലൈ 16 മുതൽ 29 വരെ നീളുന്ന ഓഫറിൽ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വരെ വിലക്കിഴിവ് ലഭ്യമാകും. ഫ്ലാഷ് സെയിൽ, ഹാപ്പി ഹവേഴ്സ്, ഫാമിലി ഹവേഴ്സ് തുടങ്ങി വിവിധ ദിവസങ്ങളിൽ പ്രത്യേക ഓഫറുകളും ലഭ്യമാകും. ഗ്രാൻഡ് മീ പ്രിവിലേജ് കാർഡ് ഉള്ളവർക്കായി കൂടുതൽ പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. മികച്ച വിലയിൽ ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കലാണ് ലക്ഷ്യമെന്ന് ഗ്രാൻഡ് ഹൈപ്പർ മാനേജ്മെന്റ് അറിയിച്ചു. റയാൻ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ബഹ്റൈനിലെ ടീനേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന സമ്മറൈസ് മോറൽ സ്കൂൾ ആരംഭിച്ചു. സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖും വസീം അൽ ഹിക്കമിയും പരിശീലന സെഷനുകൾ നയിക്കും. ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ അബ്ദുൾ റസാഖ്, VP പ്രിൻസിപ്പൽ അബ്ദുൽ ലത്തീഫ് ചാലിയം, കൺവീനർ സാദിഖ് ബിൻ യഹിയ എന്നിവർ സംസാരിച്ചു.